ആൻഡ് ഫൈനലി നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഗോൾഡ് വിങ്ങും ഞാനും ഗായ്സ് അങ്ങനെ നമ്മൾ ഈ കണ്ടന്റിനോട് ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ബർത്ത്ഡേ വീഡിയോ ആണ് എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ബൽക്കിയുടെ ബർത്ത്ഡേ ആണ്. എനിക്കറിയാം എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇത് കേട്ട ഉടനെ ഹാപ്പി ബർത്ത്ഡേ ബൽക്കി എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ നമ്മുടെ ഗോൾഡ് വിങ് എടുക്കാൻ വേണ്ടി ഫ്രാൻസിൽ നിന്നും പാരീസിൽ നിന്നും UK പോയി അവിടെ നിന്ന് വണ്ടി എടുത്ത് തിരിച്ചും കൂടി ഡ്രൈവ് ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ ബൽക്കിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിപ്പിന് ബൽക്കിനും കൂടി ആഡ് ആക്കിയിട്ടുള്ളത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, നിങ്ങൾ എല്ലാ വീഡിയോസും കണ്ടിന്യൂവായിട്ട് കാണണം, എന്നാൽ മാത്രം എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് പോണേ? ഇന്ന് നമ്മൾ ഈഫൽ ടവറിൻ്റെ അടുത്തേക്ക്. ഈഫൽ ടവർ കാണാനാണ് പോകുന്നത്. അറിയാലോ, നമ്മൾ ഗോൾഡ് വിങ് എടുത്തിട്ടാണ് പോകുന്നത്. ഗോൾഡ് വിങ് താഴെ ബേസ്മെൻറ്റിലുണ്ട്. നമ്മൾ നാളെ ഇവിടെ നിന്ന് വിടാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം ഒരു മാസമായിട്ട് സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോറേജിലായിരുന്നു, അതൊക്കെ എടുത്തു എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം നാളെയാണ് നമ്മൾ ഇവിടുന്ന് നേരെ ആംസ്റ്റർഡാമിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബൽക്കിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ പ്ലസ് പാരീസ് സിറ്റിയിലെ ബൈക്ക് റൈഡിൻ്റെ കാഴ്ചകളും. ഓക്കെ, ഇപ്പം നമ്മൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങി. ഇതാണ് നമ്മുടെ പാർക്കിംഗ് കേട്ടോ. ഇതിലൂടെയാണ് താമസിക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി കുറച്ച് മലയാളി പിള്ളേരുണ്ട്, അവരുടെ കൂടെ നമ്മൾ താമസിക്കുന്നത് കേട്ടോ. അപ്പം ബൽക്കി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കൊല്ലത്തിന് ശേഷമാണ് അവൾ വണ്ടി കാണുന്നത്. പിന്നെ നമ്മൾ ഇൻ്റർകോം കണക്റ്റാണ്. അവൾ പറഞ്ഞ് എനിക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ വലിയ രസം വെച്ചാൽ അവൾ ഈ പറഞ്ഞ സാധനം എടുത്തിട്ടില്ല കേട്ടോ. ഒരു സാധനം നമ്മൾ എടുത്തില്ല, ഫുള്ള് മറന്ന്. പുറത്തിറങ്ങിയാൽ നമുക്ക് ഓർമ്മ വന്നേ, തിരിച്ചിറങ്ങി നോക്കുമ്പോൾ താക്കോലില്ല. അപ്പം ടോട്ടലി പോവാം നേരെ ഈഫൽ ടവറിലേക്ക് കേട്ടോ. നമ്മൾ എവിടെയാണ് പോണത്? നല്ല ക്ലൈമറ്റ് കേട്ടോ. ഇപ്പോൾ 3:30 മണിയായി. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ഇവിടെയൊക്കെ 9 മണി 10 മണിയാണ് കേട്ടോ സൂര്യൻ അസ്തമിക്കാൻ. അപ്പോൾ അതുവരെ നല്ല വെയിൽ, നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ഇന്നലെ UK നിന്ന് വന്നതിന് ശേഷം വിൻഷീൽഡൊക്കെ ഫുൾ കച്ചറാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു 550-600 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി. അപ്പം ഫുള്ള് അതും നല്ല ഹൈ സ്പീഡിലാണ് 180-200 അടിച്ചു വന്നത്, ടൈമില്ലാത്ത തോന്നിയോ. അപ്പോൾ പ്രാണികളൊക്കെ അടിച്ച് ഇഞ്ചിഞ്ചായി കൊന്നൊക്കെ പറഞ്ഞ അവസ്ഥയായിപ്പോയി. ഈ ഏരിയ കുറച്ചും കൂടി പീസ്ഫുള്ളാണ്. വെച്ചാൽ നമുക്കിവിടെ എന്താ പറയുക, നല്ല ഫോറസ്റ്റൊക്കെ ആയിട്ട് നല്ല ഒരു സിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഏരിയ കേട്ടോ. കള്ളന്മാരൊക്കെ കുറവാണ് പിള്ളേർ പറഞ്ഞത്. നമ്മളെ മക്കളൊക്കെ ഞാൻ കാണിച്ചില്ല കേട്ടോ, അടിപൊളി പിള്ളേരാണ്. ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട്. കാരണം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരുപാട് വണ്ടിയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പം BMW ആ വണ്ടികളൊക്കെ ഉണ്ടാവും, സ്ക്രാംബ്ലർ ടൈപ്പൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാത്ത ഒരുപാട് ടൈപ്പ് ഓഫ് വണ്ടികളുണ്ട്. അറിയാമല്ലോ, ജർമ്മൻ മെയ്ഡ് വണ്ടികൾ. ജർമ്മനി ഫ്രാൻസൊക്കെ അടുത്തടുത്താണ്. ജർമ്മൻ വണ്ടികളൊക്കെ ഒരുപാട് ഇവിടെയുണ്ട്. ബൈക്സ് ഒന്നും വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ സിറ്റിയിൽ ട്രാഫിക് കയറി. നല്ല വെയിലാണേ, നല്ല കിടിലോസ്യ വെയിലാണ്. ഇപ്പം ഈഫൽ ടവറിലേക്ക് ഇവിടുന്ന് 8 കിലോമീറ്ററാണ്. പക്ഷെ നമുക്ക് ആദ്യം പോയിട്ട് നമുക്ക് അവർക്ക് ഡ്രസ്സ് എടുക്കണം, ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് എടുക്കണം. ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. നമ്മളങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. 2 പ്രാന്തന്മാരെ പോലെ, ഒരു പ്രാന്തിനും പോലെ ഞാനും ബൽക്കിയും കൂടി ഇങ്ങനെ പാരീസിൻ്റെ തെരുവിലേക്ക് കൂടി നടക്കുന്നുണ്ട്. ബൈക്ക് പുറത്താണ് പാർക്ക് ചെയ്ത്. പൈസ വേണമെന്ന് അറിയില്ല. പാർക്കിങ്ങിന് ഫൈൻ എന്തായാലും ഉണ്ടാവില്ല, കാരണം നമ്മുടെ വണ്ടി ഇവിടുത്തെ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട്. എന്താണ് ഫ്രാൻസ് സെൻറ്റർ എന്ത് തോന്നുന്നു ഫസ്റ്റ് ഇംപ്രഷൻ? അതിൻ്റെ കുറേ സുന്ദരികളുണ്ട് കണ്ടിട്ട് ഇപ്പം മനസ്സിലായി. ഇപ്പം നമ്മളൊക്കെ എന്തുകൊണ്ട് എങ്ങനെ ആയിപ്പോണെന്ന് കിട്ടണ്ടാളെ കിട്ടും. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇന്നെ കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോകണം കേട്ടോ. ഇതിൻ്റെ അകത്ത് പോയിട്ട് ഫുഡ് വാങ്ങണം, പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് അത് ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. നോക്കട്ടെ സാരൊക്കെ ഉണ്ടോ. പാരീസ് എന്നുള്ളത് ആക്ച്വലി ഫാഷൻ സിറ്റിയാണ്. ഇവിടുത്തെ പല ബ്രാൻഡുകളും നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഹൈപ്പുള്ള സാധനങ്ങൾ കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ ബർഗർ കിങ് കണ്ടിട്ടുണ്ട്, അങ്ങോട്ടേക്കാണ് പോണത്. നമ്മൾ നാട്ടിൽ എല്ലാ വീക്കിലും നമുക്കൊരു ബർഗർ വീക്ക് എന്ന് വെച്ചാൽ വീക്കിൽ നമ്മൾ എന്തെങ്കിലും KFC ബർഗർ പോലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഓർഡർ ചെയ്യും. ഇവിടെ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഗതികേട് കൊണ്ട് കഴിക്കുന്നത്. അതാണ് കേട്ടോ ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. എന്താ വാങ്ങണ്ടേക്ക്? എന്ത് ഡ്രസ്സായാലും നമ്മൾ ബൽക്കിക്ക് നമ്മൾ ബിക്കിന് പോയി കൊടുക്കുന്നതായിരിക്കും. ഫുഡ് ഇപ്പോൾ നമുക്ക് ബില്ലാകുന്നത് 20 യൂറോ കേട്ടോ. 20 യൂറോ എന്നും ഏകദേശം നാട്ടിലത്തെ 2000 സംതിങ് വരും.
ബൽക്കിൻ്റെ ഫുഡിന് മാത്രം 1000 സംതിങ്. ഇതാണ് ബൽക്കിൻ്റെ ബർത്ത്ഡേ ഫുഡ്. അതാണ് ഏറ്റവും വലിയ കോമഡി. ബർഗർ കിങ്ങിൽ അതൊന്നല്ലല്ലേ, നമ്മൾ രാത്രി നമ്മൾ ഫുഡാക്കുന്നില്ല. നമ്മൾ താമസിക്കുന്നിടത്തെ കുട്ടികൾ സൂപ്പർ ആട്ടോ. ഇതെല്ലാം ചിക്കൻ ബിരിയാണി ആക്കി തന്ന് ഞാൻ നല്ല ചോറും നല്ല ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് സെറ്റ് അവർ. അപ്പോൾ ഇന്ന് അവർ പണിയും കഴിഞ്ഞ് വന്ന് നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരും. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പാക്കാൻ ചോദിച്ചിട്ട് വേണ്ട പറയും. ഹെൽപ്പാക്കാൻ പറ്റൂല അവർ. അടിപൊളി. അപ്പോൾ ഇന്ന് ഞാൻ അവരോട് പറഞ്ഞു കേട്ടോ, ഇന്ന് ഞങ്ങൾ സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം ബർത്ത്ഡേ ട്രീറ്റ് നമുക്ക് വീട്ടിൽ വെച്ച് നടത്താൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ ഇവിടെ നേരെ ഈഫൽ ടവർ പോവാം. അവിടുന്ന് ബൽക്കിനെ വെച്ച് ഫോട്ടോസ് എടുക്കും. ആ ഫോട്ടോസ് എടുക്കാൻ ഡ്രസ്സ് ഇപ്പോൾ ഇവിടെ എടുക്കണം. ഫോട്ടോസൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് പട്ടിഷോ എല്ലാം കാണിച്ച് അല്ലേ, കഷ്ടപ്പെട്ട് വന്നതല്ലേ, ഒരു പട്ടിഷോ എല്ലാം കാണിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചിട്ട് റൂമിലോട്ട് പോകും. പിന്നെ പിള്ളേരുടെ കൂടെ ഇരിക്കും. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് നെതർലാൻഡ്സോ ആംസ്റ്റർഡാം. അപ്പോൾ നാളെ നമ്മൾ അടുത്ത വീഡിയോ മിക്കവാറും നമ്മൾ ആംസ്റ്റർഡാമിൽ കാഴ്ചയായിരിക്കും കേട്ടോ. ഓരോ ദിവസം ഓരോ കൺട്രി. അടിപൊളിയല്ലേ. ഞാനേ ഇത് ബർഗർ വന്നു. ഓക്കെ, വലിയൊരു സംഭവം പറഞ്ഞുതരാൻ. ഇവിടുത്തെ ഒരു ബർഗറിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ? ഇത്ര വലിപ്പമുണ്ടോ? നമ്മുടെ നാട്ടിലത്തെ ബർഗർ ഇതിൻ്റെ പകുതിയുള്ളൂ. നിങ്ങൾ മെക്ഡി ആണെങ്കിലും എവിടെയാണ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് കിട്ടുന്ന ബർഗറിൻ്റെ പകുതി മാത്രം നമ്മുടെ നാട്ടിലത്തെ ബർഗറിന് ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മൾ ഈ ചായയിൽ മുക്കുന്ന ഒരു ബണ്ണില്ലേ, ആ ഒരു സൈസ് ബണ്ണിൻ്റെ മുകളിൽ ഇവർ ബർഗർ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ആക്ച്വലി റിയർ സൈസ്. ഇത് ഒരാൾ കഴിച്ച ഒരാൾക്ക് ലഞ്ചിനുള്ളതായി. നാട്ടിലുള്ളത് ഒരാൾ കഴിച്ച ലഞ്ചും ആവില്ല, ഒന്നും ആവില്ല. നിങ്ങൾ ഇവിടെ ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആണ്. ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നടുവിൽ ഓരോ സാധനത്തിനെ കൊണ്ടുവച്ചിട്ട് മാനിക്കിനെ കൊണ്ടുവച്ചിട്ട് ഇവർ പരസ്യം ചെയ്യുന്നുണ്ടോ. ബാ ബാ, ഇവിടെ മുകളിലല്ല, ഇവിടെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. മുകളിൽ നീ അവിടെ പോയി നല്ല 1 മണിക്കൂറിൻ്റെ 10 പൗണ്ട് വെച്ച് മേടിച്ചാലോ? ഇവിടെ റേറ്റ് കുറവാട്ടോ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള 5-നും 10-നും പൗണ്ട് യൂറോ മാത്രമേ ഇവിടെ മാക്സിമം കൊടുക്കുന്നുള്ളൂ. യു കെയിലൊക്കെ നല്ല പെയ്ഡ് ഉണ്ട്. 10 പൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ കുറവാണ് സംഭവം. ഇപ്പോൾ കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് നമ്മൾ ഇവർക്ക് ഡ്രസ്സ് എപ്പോഴും കേട്ടോ. ഞാൻ വലിയ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ബർത്ത്ഡേൻ്റെ ഫോട്ടോ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഡ്രസ്സിങ് എന്ന് പറയുമ്പം ഒരു മുസ്ലിംസിന് പറ്റിയൊരു ടൈപ്പ് ഓഫ് സാധനങ്ങളല്ല അധികം ഉള്ളത്. കാരണം എല്ലാം ഹാഫ് നേക്കഡ് അങ്ങനത്തേക്ക് തരിക. എനിക്കിപ്പോൾ അവൾ എന്നിട്ടുള്ള ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അതിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ തപ്പിപ്പിടിച്ച് നമ്മൾ പുള്ളംബിയർത് ലാസ്റ്റ് കിട്ടി. ഫ്രഞ്ച് ബ്രാൻഡ് തപ്പിപ്പോയി. ലാസ്റ്റ് നമ്മൾ പുള്ളംബിയറിൽ ഒതുങ്ങി. അങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് പോകാം കേട്ടോ. സോ ഇവിടെ കേട്ടോ നമ്മൾ വണ്ടി വെച്ചത്. അപ്പം ഇതിനുള്ളിൽ പാർക്കിംഗ് ഉണ്ട്, പക്ഷേ പൈസയാണ്. പൈസ വെച്ചാൽ വെറും പൈസ ഉണ്ട്, നല്ല മുട്ടിഞ്ഞ പൈസയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വണ്ടി വെച്ചിട്ടാണ് ഇവിടെ വെച്ചാണ്. ഇതൊക്കെ ഇവിടെ ഒരു റോയൽ എൻഫീൽഡ് ഉണ്ട്. റോയൽ എൻഫീൽഡ് ക്ലാസിക് 5 ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര സംഭവമാണ് ഈ വണ്ടി. നാട്ടിലും സംഭവമാണോ നിങ്ങൾ കമൻറ്റ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് നേരെ ഈഫൽ ടവറിൻ്റെ അടുത്ത് കൂടെ ലോങ് ചെറിയ കുഞ്ഞ് ഒരു സാധനം കാണുന്നുണ്ട്, മോനെ പോലത്തെ. അതാണ് ഈഫൽ ടവർ കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. 1000 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് കേട്ടോ. അവിടെ ആഗ്രഹം പോലെ അവിടെ ബർത്ത്ഡേന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടടങ് ടടങ് ടടങ്. നോക്കി നിങ്ങൾ നമ്മുടെ റോഡിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ ഈഫൽ ടവർ എടുക്കുന്നത്. സംഭവം ടൂറിസ്റ്റുകൾ വരുത്തിക്കാനുള്ളൊരു സംഭവം അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്കതിനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും അവിടെ വരാനോ അത് കാണാൻ. ഇവിടെ വന്ന് എന്ന് വെച്ചാൽ ഫ്രാൻസിൽ വന്ന് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ലാൻഡ് പോയിൻ്റ് ആയിട്ട് ഇതിനെ കാണുന്നതേ ഉള്ളൂ. ഇവരൊക്കെ ഈഫൽ ടവർ കാണാൻ പോയിരുന്ന ടൂറിസ്റ്റ് കേട്ടോ. ഓക്കെ, നിങ്ങൾ കാണുന്ന അതല്ലാണ്ട് അതിൻ്റെ പിന്നാമ്പുറങ്ങളാണ് ഇതൊക്കെ ഞാൻ കാണിക്കുന്നത്. ഈ സ്ട്രീറ്റ് കണ്ടോ, ഈഫൽ ടവറിൻ്റെ സ്ട്രീറ്റ് മൊത്തം ഒരുവിധം എല്ലാ ടൂറിസ്റ്റുകളാണ്. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്, അവരെ ഫോട്ടോ വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരും ഈഫൽ ടവറുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വരയ്ക്കുന്നത്. അതുപോലെ ഞാൻ ഇന്ത്യൻ ഫ്ലാഗ് വണ്ടിയിൽ ലോഡ് ചെയ്തിട്ടേക്കാണ്. നമുക്കവിടെ ഫോട്ടോസ് എടുക്കുമ്പോഴേ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഗുമ്മുണ്ടാവും. വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് തട്ടിപ്പുകാരൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. ഒന്ന് ഇനി എണീക്കണേ വരുമ്പോളെ പൊങ്ങിയാൽ മതി, എണീക്കണ്ട. ഇത് ആക്ച്വലി
കഴിഞ്ഞ ദിവസം ചെയ്യിപ്പിച്ച ഫ്ലാഗാണ്. പക്ഷേങ്കിൽ ഇത് ഞാൻ വിചാരിച്ച ക്വാളിറ്റി കിട്ടിയില്ല. കാരണം ഞാൻ അത്രയും അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്തിട്ടില്ല. ലാസ്റ്റ് കൈമ കിട്ടി നോക്കുമ്പോൾ ഒരു 2 റൗണ്ട് ഓടുമ്പോഴൊക്കെ ഫുള്ള് സ്റ്റിച്ച് വിടുന്നു. അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ ഫോട്ടോഷൂട്ടിന് ചെയ്യുമ്പോൾ മാത്രം ഈ ഫ്ലാഗ് പുറത്തെടുത്താൽ മതി തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇത് നശിച്ചും. നമ്മൾ ലോങ് പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇത് കീറിയ ഇന്ത്യൻ ഫ്ലാഗ് കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ ഇത്ര നാണക്കേടത്. അല്ലെങ്കിൽ നമ്മുടെ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മുതലാണ് നമ്മുടെ ഫ്ലാഗ് എന്ന് പറഞ്ഞത്. മരിക്കുന്ന ആൾക്കാരൊക്കെ വേറെ, അത് വേറെ സംഭവം. പക്ഷേ ബീങ് എൻ ഇന്ത്യൻ, അല്ല ഇന്ത്യക്കാരെന്ന് പറയുമ്പോഴേ അതൊരു വല്ലാത്ത പ്രൗഡാണ്. ഇതിങ്ങനെ എടുത്തിട്ട് പോകുമ്പോഴും നമുക്കൊരു പ്രൗഡാണ് അത്. മൊത്തം വെള്ളം കൂടി. ഒരുപാട് തട്ടിപ്പാറില്ല ഒരു ഏരിയ കൂടിയാണിത്. ടടങ് 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 ടടങ്. ഇത്രയും വലുതായത്. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ആൻഡ് ഫൈനലി നിങ്ങൾ നോക്കിയ നമ്മുടെ ഗോൾഡ് വിങ്ങും ഈഫൽ ടവറും ഞാനും പിന്നെ എൻ്റെ ബൽക്കിയും ഏടോ. അങ്ങനെ അതെ അവരുടെ ആഗ്രഹം പോലെ നമ്മളങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നും വണ്ടിയിൽ നമ്മുടെ ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടോ. ബൽക്കി എന്ത് തോന്നുന്നു? ഹാപ്പി? ബർത്ത്ഡേ ഹാപ്പി ആയില്ലേ ഇപ്പം? വലിയൊരു ഡ്രീം ആയില്ലേ? യെസ്, ഒരുപാട് ഹാപ്പി ആട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹാപ്പി മൊമെൻറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയുന്നത് CAS ഗ്ലോബൽ എജു ആണ്. അവരാണ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇൻട്രോയിലൊക്കെ അവരുടെ ബ്രാൻഡിങ് കാണാൻ പറ്റും. അവർ ആക്ച്വലി കേരളത്തിലെ വൺ ഓഫ് ദ ടോപ്പസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ട് കേട്ടോ. ഇപ്പം ഒരുപാട് കൺട്രീസിൽ അവരുടെ സർവീസ് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ തവണ ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിനെ അവർ എന്താ പറയുക അവർ പഠിപ്പിച്ചിങ്ങനെ എടുത്തു ഗൈസ്. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. അവരുടെ ഒരുപാട് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് തരുന്നുണ്ട് തുടർ ദിവസങ്ങളിൽ. അപ്പം താങ്ക്സ് ടു ദ ഓൾ ടീം ഓഫ് CIS ആൻഡ് അതുപോലെ തന്നെ എല്ലാ സ്റ്റുഡൻസിനും CISലൂടെ വന്ന് പാസ്ഔട്ടായ എല്ലാ സ്റ്റുഡൻസിനും ഒരുപാട് താങ്ക്സ്. ഈ അടുത്ത് അവരുടെ ഒരു സെറിമണിയുടെ ഒരു ഫോട്ടോസും വീഡിയോസും കണ്ടിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, നമ്മുടെ അല്ല ഇവരുടെ. ഞാൻ ഓൾറെഡി നമ്മൾ ഫോർച്യൂണർ എടുത്ത് വന്നിരുന്നു. അപ്പം എനിവേ എന്താ പറയുക, ഇതിൻ്റെ ഫ്രണ്ടിലെത്തി ഹാപ്പി. ഇനി ഞാൻ ഒരു സെക്കൻഡേ, അതുപോലെ തന്നെ ഞാൻ ബൽക്കിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ റാഷിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ നമ്മളതാണ് എടുക്കാൻ പോണത്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേറെ, അതൊക്കെ എൻ്റെ കടമകളാണ്. പക്ഷേ ബർത്ത്ഡേ നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സോ ഗൈസ്, ബൽക്കിയുടെ ഹാപ്പി ബർത്ത്ഡേന് കൊടുക്കുന്ന ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ ഈഫൽ ടവറിൻ്റെ മുന്നിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാ എന്താ അവസ്ഥ നോക്കിയാ. എങ്ങനെ ഓപ്പൺ ആക്കി നോക്ക്. ഓപ്പൺ ആക്കുന്നുണ്ടോ? കാണിച്ചു എല്ലാവർക്കും ഹാപ്പി 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 വെരി വെരി ഹാപ്പി. ഫോൺ എടുക്കട്ടെ ഓൾഡി അകത്ത് തന്നെ ഇത് കണ്ടോ നിങ്ങൾ? ഓക്കെ, ഈ ഏരിയ ഉണ്ടോ? ഇവിടെ ഒരുപാട് തട്ടിപ്പുകളുണ്ട്.
ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ഏരിയ കേട്ടോ. എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കയറണം. സ്കാമുകൾ ഒരുപാട് നടക്കുന്ന ഏരിയ കേട്ടോ. സ്കാം അങ്ങനെ മെയിനായിട്ട് കയറേണ്ടത്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഈഫൽ ടവറിനോട് ബൈ പറയുകയാണ്. ഈ ഫ്രെയിമാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നേടിയ ഫ്രെയിം കേട്ടോ. ഈഫൽ ടവറിൻ്റെ അടിയിലേക്കൂടി നമ്മളെ ഗോൾഡ് വിങ്ങിലൊരു യാത്ര. ഓ, അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് കിട്ടിയൊരു ഫ്രെയിമോ. ബസ്സിൽ വന്നവരുണ്ട്, ട്രെയിനിൽ വന്നവരുണ്ട്, ഓട്ടോയിൽ വന്നവരുണ്ട്, ഫ്ലൈറ്റിൽ വന്നവരുണ്ട്, ബൈക്കിൽ വന്ന ആരൊക്കെ ഉണ്ട് ഇതിൽ. ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കാൻ ആൾക്കാരുണ്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ. 10 യൂറോന് ഒരു ഫോട്ടോ, 20 യൂറോന് 5 ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ സജസ്റ്റ് നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ നിങ്ങൾ എടുത്തോ, എടുക്കാണ്ടിരിക്കണ്ട, നല്ലതാണ്. നമ്മളെ കുറച്ച് ഇപ്പുറം നിർത്തിയിട്ടുള്ളത് നമ്മൾ ഈ നല്ലൊരു സ്പോട്ടിൽ ഇങ്ങനെ നിർത്തിയിട്ടാണ്. അവിടെ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നല്ല വെയിലും കാര്യങ്ങളൊന്നുമില്ല, നല്ല അടിപൊളി. എനിക്ക് ജെന്യൂനായിട്ട് പറയാം, ബർത്ത്ഡേ എന്ത് തോന്നി, ഇഷ്ടപ്പെട്ടോ? പിന്നെ നമ്മൾ ജനിച്ചിട്ട് ആദ്യമായിട്ടല്ലേ ഇപ്പം ഇങ്ങനെ വേറെ രാജ്യത്തെല്ലാം വന്നിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നല്ല ഗിഫ്റ്റും കിട്ടി. താങ്ക് യു. അല്ല, ചില ആൾക്കാരോട് ഞാൻ കണ്ടന്റിനോട് ഇങ്ങനെ പിടിച്ചോണ്ടെന്ന് പറയും. അതും പറയുന്ന കുറേ തണ്ടികളുണ്ട്. നമ്മൾ കുറേ കാലമായില്ലേ നമ്മൾ വിസ എടുക്കുന്നത് റിജക്റ്റ് ആണ്. അതെ, ഇവരെ വിസക്ക് നിങ്ങൾ ശരിക്കും ആ ഫോർച്യൂണറ്റ് ട്രിപ്പിൽ നമ്മൾ വരേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്യൂനേറ്റ്ലി ഇവരെ വിസ മൊത്തം റിജക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കിട്ടി. അതെ, അതുകൊണ്ട് ഇപ്പം കിട്ടിയോണ്ട് മാത്രം നമ്മൾ പിന്നെയും വന്നത്. ഇനിയിപ്പം ഉണ്ട്, ഒരുപാട് കൺട്രീസ് ഇനിയും പോകാനുണ്ട്. പിന്നെ ഒരുപാട് ഡിഫറൻസ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ യൂറോപ്പും ഒക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ. നമുക്ക് പെർ ഡേ നമുക്ക് ഇപ്പോൾ ഈ ബൈക്ക് ട്രിപ്പ് ആകാൻ ഒരു ദിവസം നമുക്കൊരു 100 യൂറോൻ്റെ അടുത്ത് മിനിമം എക്സ്പെൻസ് ഉണ്ട്. ഒരു 50 യൂറോൻ്റെ പെട്രോളും, 100 അല്ല കേട്ടോ, ഒരു ഇപ്പോൾ റൂം ഇവർ തരുന്നതുകൊണ്ടാണ്. റൂം എടുക്കുവാണെങ്കിൽ ഒരു 150 യൂറോൻ്റെ അടുത്ത് മിനിമം. ഒരു ദിവസം നമുക്കൊരു 17,000-18,000 ചിലവുണ്ട്, ഒരു ദിവസം ചിലവ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെയർ യൂറോപ്പ് നമുക്ക് ബൈക്ക് ട്രിപ്പ് നടത്തി ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു നല്ല പൈസ ഉണ്ടാവും. 2-3 ലക്ഷം രൂപയുടെ മിനിമം ചിലവ് നമുക്കുണ്ടാവും. പക്ഷേങ്കിൽ നമുക്ക് കുറേ മലയാളികൾ ഉള്ളത് കൊണ്ടും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മളാരും ബുദ്ധിമുട്ടിക്കാതെ അവർ നമുക്ക് സ്റ്റേ ചെയ്യാനും നമ്മളവിടെ താമസിക്കുന്നത്രേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും യൂറോപ്പിലെ മലയാളികളാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ദയവേണ്ടി പറഞ്ഞു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സഹായം ഇല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ അറിവിൽ ആരും അങ്ങനെ കപ്പിൾസായിട്ട് ഇന്ത്യയിൽ നിന്ന് ആരും ഇന്ത്യൻ വെഹിക്കിൾ എടുത്തിട്ട് പുറത്തു പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. മേ ബി ഉണ്ടായിരിക്കും, പക്ഷേ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചലഞ്ചിങ് ആണ്. ഒരുപാട് ആൾക്കാർ ഫ്യൂച്ചറിൽ റെഫറൻസിന് വേണ്ടി എടുക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ട്രിപ്പായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പം നമ്മൾ തിരിച്ചു പോകാം കേട്ടോ, റൂമിലേക്ക് തിരിച്ചു പോകണേ. നമുക്ക് നാളെ രാവിലെ നമുക്ക് ആംസ്റ്റർഡാം പോകണം. ഒരുപാട് കാര്യങ്ങൾ പാക്ക് ചെയ്യാണ്ട്, വണ്ടി ഒന്ന് സെറ്റ് ചെയ്യാണ്ട്. പിന്നെ ഇന്നത്തെ ഈ ഒരു പുറത്തിറങ്ങാനുള്ള ഒരേ ഒരു ഉദ്ദേശം ഈഫൽ ടവർ കാണാമെന്നുള്ള മാത്രമായിരുന്നു. അത് കണ്ടു. ആംസ്റ്റർഡാമിൽ നമ്മൾ വിൻമില്ല് പോലത്തെ കുറച്ച് ഇതാണ് നോക്കുന്നത്. ഓക്കെ, ഇവർക്ക് ഹോംലെസ് കേട്ടോ, റൊമേനിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, പാവങ്ങൾ. അപ്പുറം ഈഫൽ ടവർ ലോകം മൊത്തം ഫേമസ് ആയി. ഇപ്പുറം ഇങ്ങത്തും. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ 2 ടൈപ്പ് ഓഫ് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. 3 ടയറിലെ ബൈക്ക്. ഹേ ദോസ്തി ഹം നഹീ, അതാണ് ആ സെറ്റപ്പ് തന്നെ കേട്ടോ. ഓ, ഇതൊക്കെ ഏതോ ഒരു പഴയ ഇതെന്തൊരു പഴയ സംഭവമാണ്, എന്താ അറിയില്ല. നമുക്ക് ലെഫ്റ്റ് ആട്ടോ പോകേണ്ടത്. അതും മനസ്സിലാവുന്നില്ല ഫ്രഞ്ച് ആയതുകൊണ്ട്. ഇതെന്താണെന്ന് അറിയുന്ന പറയുന്ന കമ്പനിയാണ്, എക്സ്പെഷ്യലി ഫ്രാൻസിൽ ജീവിക്കുന്ന ആൾക്കാർ കേട്ടോ. ഹൈവേ ഇപ്പം ദുബായ് ഷാർജ ബോർഡർ പോലെയാണ്. എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് ഭയങ്കര തിരക്കും, അങ്ങോട്ടേക്ക് ഭയങ്കര ഫ്രീയും. നല്ല വെയിലാണ്, അപ്പോൾ നിങ്ങൾക്കൊന്നും കാണില്ല. ഇപ്പം സമയം ഇവിടുത്തെ 8 മണിയായി. 8 മണി എന്ന് പറഞ്ഞാൽ രാത്രി 8 മണി കേട്ടോ. 8 മണി സമയത്ത് സൂര്യൻ ഇപ്പം അസ്തമിക്കാൻ പോയിട്ട് അസ്തമയത്തിൻ്റെ അടുത്ത് വരത്തില്ല, ഏതോ ഒരു മൂരൊക്കെ ഉള്ളത് മുകളിൽ. ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. കാരണം വെച്ചാൽ അവളുടെ ആഗ്രഹം നടത്തി കൊടുത്തപ്പം അവൾ ഭയങ്കര ഹാപ്പിയായി. അപ്പം ഞാനും ഭയങ്കര ഹാപ്പിയാണ് തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മൾ എത്ര കണ്ട പെമ്പിള്ളേർക്ക് വേണ്ടി പൈസ മുടക്കിയിട്ട് ഒരു കാര്യമില്ലടോ. ഇവരുടെ ഒക്കെ വരുന്നത് നമ്മൾ പൈസക്കോ വേറെ എന്തെങ്കിലും കണ്ടിട്ടിരിക്കും. 100%. നിങ്ങളൊരു കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യും. അത് മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലാണ്ട് എന്നേരം കാണുന്ന ടീംസിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടേം ആണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം ഞാനൊക്കെ അനുഭവിച്ചതാണ്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ടു ബി ഓണസ്റ്റ്. അതിനൊക്കെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പം ഇതിപ്പോൾ കണ്ടോ, നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കണക്കില്ല. ഡ്രസ്സ് ഓക്കെ, നമുക്ക് അവിടെ പോകണം, ഓക്കെ നമുക്കിത് ചെയ്യണം, ഓക്കെ. അങ്ങനെയാണ് ഒരു റിയൽ പാർട്ട്ണറുടെ ഇടയിലുണ്ടാകുന്നത്.
അല്ലാണ്ട് താൽക്കാലികമായിട്ട് വരുന്ന ഓരോ ആമ്പിൾഡർ ആണെങ്കിലും ആരാണെങ്കിലും ഇവരൊക്കെ മാക്സിമം ഊറ്റിക്കൊണ്ട് പോകുന്നല്ലാണ്ട് നമ്മളെ ലൈഫ് കോഞ്ഞാട്ടൊക്കെ പോകുന്നതാണ് വേറെ നടക്കാനില്ല കേട്ടോ. സമയം 1 മണിയായി. നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ താമസിക്കുന്ന റൂമിലാണ്. നമ്മൾ ഈ വ്ളോഗിൽ മുഴുവനും നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ ആൾക്കാരാണ് ഇതേ ഇവിടെ ഉള്ളത് ആണ് അവർ. ഹലോ പരിചയപ്പെടുത്തിക്കോ. ഞാൻ ഹരി. ഹരി ഹരി നാട്ടില് മലപ്പുറം. എന്താ പറയണ്ടത്? അൽസിന അങ്കമാലി. ഞാൻ ടോണി വൈപ്പിൻ ഞാറക്കൻ. അങ്കമാലി അൽസിന. ഇവരെ പറ്റി വൽക്കി പറ. ഒരു നല്ലൊരു കുട്ടികളാണ്, ഫുഡെല്ലാം ഉണ്ടാക്കി തരും. ഒരാളും കൂടി ഉണ്ട്, മെയിൻ ഷെഫ്. നാണോ ഇപ്പൊ ഇവരുണ്ടാക്കിയ ഫുഡ് ആരുണ്ടാക്കിയ ഫുഡ് ഇത്? ഹരിദേവ് അജയ് കുമാർ ഹരിദാസ്. എവിടുന്നാണ് ഈ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത്? ഇത് നമ്മൾ ഇങ്ങനെ ചുമ്മാ ഒരു പരീക്ഷണല്ലേ, പരീക്ഷണ വസ്തുക്കള് കണ്ടില്ലേ? എന്റെ പോലെ കണ്ടില്ലേ, ഇങ്ങനെ ഓരോ ഫുഡ് ഉണ്ടാക്കി തന്നെ നശിച്ചു പോയതാ. വന്നപ്പോ ജിമ്മനായിരുന്നു, ഇപ്പൊ ഈ പരുവത്തിലാക്കിയ ഞാനാ. ഇതിപ്പം ചോറും ബിരിയാണി ഉദ്ദേശിച്ചത് കവി മന്തി. മന്തി നമ്മുടെ അപ്പൊ ഇവനാണ് നീ പറഞ്ഞ മന്തി സ്പെഷ്യലിസ്റ്റ് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് മന്തി ഉണ്ടാക്കുന്ന ഇന്നലെ അവിടെ പറഞ്ഞു. സ്പെഷ്യൽ ഒന്നും ഇല്ല, അത് നമ്മള് ഇപ്പൊ നാട്ടിൽ നിന്ന് മാറി വെക്കുമ്പോ തൽക്കാലത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഫ്രാൻസിലെ ലൈഫ്? ഫ്രാൻസിലെ ലൈഫ് കുഴപ്പമൊന്നുമില്ല. കള്ളന്മാരൊക്കെ ഉണ്ടോ? കള്ളന്മാര് നമുക്ക് ഇതുവരെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താണ് നിങ്ങളൊന്നും ചെയ്യുന്നത്? എല്ലാവരും പൊതുവെ സംശയിക്കുന്നത്. ഞങ്ങള് ബിസിനസ് സ്റ്റുഡൻസ് ആണ്, ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പോ തീസിസും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം. ജോലിയൊക്കെ ആയിട്ട് പോകണം. അതെ, അടിപൊളി. പാർട്ട് ടൈമും പഠിത്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. അപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെയും പോലെ പാർട്ട് ടൈമും പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. അപ്പൊ താങ്ക് യു സോ മച്ച്. ഫുഡിനും റൂമിനും ബൽക്കിയ എല്ലാരും ബർത്ത്ഡേ കൂടി ഒന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ മന്തിയാണ്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം ബർത്ത്ഡേ വീഡിയോ കഴിഞ്ഞു. നമ്മൾ പുറത്തു പോയി ഇഫൽ ടവർ കണ്ടു. ബർത്ത്ഡേന്റെ ഫുഡ് റെഡിയാണ്, ഇനിയിപ്പോൾ അത് കഴിക്കണം. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പം അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ ഒഫീഷ്യലി സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആംസ്റ്റർഡാമിൽ വിൻമില്ലും വില്ലേജൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഗ്രീനറിയിലെ സീനാണ് കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൽക്കിനോട് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ. ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഭാര്യമാർക്ക് വേണ്ടി ചിലവാക്കുക, കണ്ട ആൾക്കാർക്ക് വേണ്ടി ചിലവാക്കാൻ നിർത്തുക. ലൈഫ് ലോങ് മെമ്മറീസ് കീപ്പ് ചെയ്യൂ, ഷോർട്ട് ടൈം മെമ്മറീസ് കുറക്കൂ. കൂടുതലല്ലേ